മക്കളെ വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. അപ്പൊ ഇതാ നമുക്ക് നാളെ ബയോളജിയും സോഷ്യലും എക്സാം വരാൻ പോവുകയാണ്. അപ്പൊ ബയോളജിയിൽ 40-ൽ 30 മാർക്കിന് മേലെ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ടാകും, ഒന്നും അറിയാത്തവരുണ്ടാകും, പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവരുണ്ടാകും. അപ്പൊ അവർക്ക് എല്ലാം വേണ്ടിയിട്ട് ഓൾ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ മിസ് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്, 40 മാർക്കിന്റെ എക്സാമിൽ ഒരു 30 മാർക്കിന് മേലെ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇനി ഏതെങ്കിലും ഭാഗം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിസ് തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ഫോർ ലിംബ് ഓഫ് ഓർഗാനിസം shown in the picture below do not show any similarity, hence they do not have any evolutionary relationship എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിലെ ജീവികളുടെ മുൻകാലുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതിനാൽ ഇവയ്ക്ക് പരിണാമപരമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, സാധീകരിക്കുക എന്നാണ് അല്ലെ. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം? നമ്മൾ പഠിക്കുന്നതാണ്. ഇതേ പിക്ചർ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലിസാർഡ് പല്ലി എടുത്താലും ബാറ്റ് വവ്വാൽ എടുത്താലും ഈ വെയിൽ തിമിംഗലം എടുത്താലും ഇവരുടെ ഫോർലിംസ് തമ്മിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുമ്പോൾ ഒരു സിമിലാരിറ്റിയും തോന്നില്ല. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? ദ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് അല്ലെ. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കാരണം ദീസ് ഓർഗാനിസം എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് ഫോർലിം ഇസ് ഡിഫറെന്റ് ബട്ട് ഇന്റേണൽ സ്ട്രക്ചർ ഈസ് സെയിം അല്ലെ. ഇവരുടെ മുൻകാലുകൾ ബാഹ്യഘടനയും ധർമ്മത്തിൽ വ്യത്യസ്തമാണെങ്കിലും അവരുടെ ആന്തരഘടനയിൽ സാമ്യമുണ്ട്. ആന്തരഘടനയിൽ സാമ്യം ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും ദേ ആർ ഹോമോലോഗസ് ഓർഗൻസ്. ഇവർ ഹോമോലോഗസ് ഓർഗൻസ് ആണ്. ഇവര് ഹോമോലോഗസ് ഓർഗൻസ് ആണെങ്കിൽ അവരെന്താണ്? സിമിലർ ആണ്, സ്ട്രക്ചറലി സിമിലർ ആണ്, വേറസ് ഫങ്ഷണലി ഡിഫറെന്റ് ആണ്. അവർ ഓരോരുത്തരും ജീവിക്കുന്ന അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഹാബിറ്റാസ്, ആവാസ വ്യവസ്ഥയുടെ അനുസരിച്ച് അവർക്ക് എക്സ്റ്റേണലി വ്യത്യാസം വന്നതാണ്. പക്ഷെ അവർ ഇന്റേണലി സ്ട്രക്ചറലി സിമിലർ ആണ്, ബട്ട് ഫങ്ഷണലി ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഓഫ് ഓർഗൻസിനെ നമ്മൾ പറയുന്നതാണ് ഹോമോലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ എന്ന്. അപ്പൊ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. 1 മാർക്കിനും 2 മാർക്കിനും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇത് 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ റീസൺ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തതൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നെയിം ദ എക്സ്പെരിമെന്റ്. ഈ തന്നിട്ടുള്ള എക്സ്പെരിമെന്റ് ഏതാണെന്ന് നമ്മൾ എഴുതണം. പരീക്ഷണത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ് അല്ലെ. യുറേ മില്ലർ പരീക്ഷണമാണ്. ഈ ഫ്ലാസ്കിലെ വാതകങ്ങൾ ഏതൊക്കെ? ഇവിടെ ഉപയോഗിക്കുന്ന വാതകങ്ങൾ മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ. ഏതെങ്കിലും 2 എഴുതിയാലും മതി, മാർക്കിനനുസരിച്ച്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹൈഡ്രജനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് എ ഓർഗാനിക് മോളിക്യൂൾ ഫോംഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്? ഇവിടെ ആദ്യം അവിക്ഷിപ്തപ്പെട്ട പദാർത്ഥം, ആദ്യം രൂപപ്പെട്ട പദാർത്ഥം അല്ലെങ്കിൽ ആദ്യം ഫോം ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ വഴി ഉണ്ടായ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് നമുക്കറിയാലോ. അമിനോ ആസിഡ് ആണ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനോ, വിച്ച് ഹൈപ്പോതെസിസ് ഇസ് റിലേറ്റഡ് ടു ദിസ് എക്സ്പെരിമെന്റ്? ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട സ്വീകാര്യത നേടിയ പരികല്പന ഏതാണ് എന്നാണ്. ഈ എക്സ്പെരിമെന്റ് എവിടെ നിന്നാണ് ഉണ്ടായത്? ഏത് തിയറി ബേസ് ചെയ്തിട്ടാണ്? അതാണ് ചോദ്യം. ഏതാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഇസ് കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. അപ്പൊ 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നോട്ട് ചെയ്ത് തന്നെ വെക്കാം. അടുത്തത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ടെൻഷൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാറിപ്പോകുന്നതിന്റെ പ്രശ്നമൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുള്ളൂ. അത് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. കാരണം നമ്മുടെ ഹെഡ് തൊട്ട് താഴോട്ടുള്ള ഓർഡറിൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥികൾ വെച്ച് പഠിക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു ഹോർമോൺസ് വെച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. ഇപ്പൊ ഇവിടെ തന്നെ തന്നിട്ടുള്ളത് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരിക. അപ്പൊ നോക്കിക്കേ, ബ്ലഡ് ഷുഗർ ലെവൽ തന്നിട്ടുണ്ട് അല്ലെ. രക്തത്തിലെ കാൽഷ്യം, ഇവിടെ ഷുഗർ അല്ല കാൽസ്യം ആണ് കേട്ടോ, കാൽഷ്യം ലെവലാണ്. ഓക്കെ, അപ്പൊ ബ്ലഡിന്റെ കാൽഷ്യം ലെവൽ തന്നിട്ടുണ്ട്. 9 to 11 mg ആണ് അല്ലെ. 9 തൊട്ട് 11 mg/100 ml കാൽഷ്യത്തിന്റെ ലെവൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, കാൽഷ്യത്തിന്റെ അളവ് കൂടുന്നു. ആരാ കൂട്ടുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നു. അപ്പൊ ഇവിടെ ഏത് ഗ്രന്ഥിയാണ് ഏത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ABCD തന്നിട്ടുണ്ട്. CB എന്ന് പറയുന്ന ഗ്രന്ഥികൾ ഏതാണെന്ന് നമുക്ക് എഴുതണം. ഇവിടെ നോക്കിക്കേ, CB രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നോർമൽ ലെവലാണ്. അത് കുറയുന്നെങ്കിൽ അതിനെ കുറയുമ്പോൾ ആരാണ് വരുന്നത്? അവിടെ C എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. C എന്ന് പറയുന്നത് തൈറോയിഡ് ആണ്. ആൻഡ് B എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ ഗ്രന്ഥികൾ ഏതാണെന്ന് നമുക്ക് കിട്ടി. AD എന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത് പാരാതോർമോൺ എന്ന് പറയുന്നത്. പാരാതൈറോയിഡ് ഗ്ലാൻഡ്, യെസ്, ഡിയും സിയും
തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാരാതോർമോൺ എന്ന് പറയും. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ആണ് എന്ത് ചെയ്യുന്നത്, കാൽസ്യത്തിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാരാതോർമോൺ. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്നും പറയുന്നത്. അത് നമുക്ക് കിട്ടി. ഇനിയോ AD ഹോർമോണുകൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് എങ്ങനെ? കാൽസ്യം കൂടുമ്പോൾ കാൽസിറ്റോണിൻ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു, അല്ലെ? കാൽസ്യത്തിന്റെ ലെവൽ കൂടുന്ന സമയത്ത് അതിനെ കുറയ്ക്കുന്നതാണ് ആര്, കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അതേ ടൈം കാൽസ്യത്തിന്റെ ലെവൽ കുറയുമ്പോൾ അതിനെ കൂട്ടുന്ന, കാൽസ്യത്തിലെ ബ്ലഡിലേക്ക് എത്തിക്കുന്ന ആളാണ് പാരാതോർമോൺ എന്നും പറയുന്നത്. അത് പ്രോപ്പർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പോസിബിലിറ്റി ഓഫ് ബർത്ത് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് ഈസ് ഈക്വൽ. ആൺകുഞ്ഞും പെൺകുഞ്ഞും ജനിക്കാനുള്ള സാധ്യത തുല്യമാണ്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്? എങ്ങനെ നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമ്മൾ പ്രോപ്പറായിട്ട് ക്രോസ് പഠിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഫാദർ എടുക്കുന്നു, മദർ എടുക്കുന്നു. ഫാദറിൽ 22+X വരാം, അതല്ലെങ്കിൽ 22+Y വരാം. മദറിൽ ആകെ 22+X മാത്രമേ വരുള്ളൂ അവരുടെ ഗമീറ്റ്സിൽ, അല്ലെ? നമ്മൾ പറയുന്നത് ഗമീറ്റ്സിന്റെ കേസിലാണ്. ഗമേറ്റുകൾ ഇതും ഫ്യൂസ് ചെയ്താൽ 44+XX ഉണ്ടാകും, അതൊരു ഫീമെയിലായി. ഇതുമാണ് ഫോം ചെയ്യുന്നതെങ്കിലോ അത് 44+XY ഉണ്ടായി, അതെന്തായി, മെയിലായി, അല്ലെ? അപ്പൊ രണ്ടാൾക്കും ഫോം ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 50% തന്നെയാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം പറയണം, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. മെയിൽ ഗാമെറ്റ് കണ്ടെയ്നിങ് X chromosome and Y chromosome produced in the equal number, therefore chance of unite with female gamete is equal number, that is 44+XY and that of female 44+XX. അപ്പൊ ആൺ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സും വൈയും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് അത് സ്ത്രീയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗമേറ്റുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗമേറ്റുകളുമായിട്ട് കൂടിച്ചേരാനുള്ള ചാൻസ് തുല്യമായതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ 44+XX ഉണ്ടാകും, അല്ലെങ്കിൽ 44+XY. അതുകൊണ്ട് അത് തുല്യമാണെന്ന് നമുക്ക് പറയാം. 1:1 പ്രപ്പോർഷൻ ആണ്. അടുത്ത് നോക്കിക്കേ, ഹിൻസ് റിലേറ്റഡ് ടു ഡിസീസസ് ഗിവൺ ബിലോ, അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു രോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്താണ് ചോദിച്ചുള്ളത്. ഈ ഡിസീസ് ഏതാണെന്ന് കണ്ടെത്തണം. ഹൗ ഡസ് ദിസ് ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്? രോഗം ഏതാണെന്ന് തിരിച്ചറിയണം. ഈ രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയണം, വേണ്ടേ? ഈ തന്നിട്ടുള്ള രോഗം ഏതാണ്? മെയിൻലി എഫക്റ്റ് ലെൻസ് ആണ്. BCG വാക്സിൻ വെച്ച് പ്രിവെന്റ് ചെയ്യാമെന്നും പറയുന്നു. അപ്പൊ രോഗം ഏതാണെന്ന് കിട്ടിയല്ലോ, നമ്മുടെ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയമാണ്. ഇനി ഹൗ ഡസ് ദിസ് ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്? എങ്ങനെയാണ് ഈ രോഗം പകരുന്നത് എന്നാണ് ചോദ്യം. പേഷ്യന്റ് സ്പീക്ക്, കഫ്, അല്ലെ, ചുമ, തുമ്മല്, ഇതിലൂടെയാണ് പാത്തജൻസ് ഡയറക്റ്റ് ആയിട്ട് എയറിലൂടെയാണ് പകരുന്നത്. അപ്പൊ വായുവിലൂടെയാണ് രോഗാണുക്കൾ എന്ത് ചെയ്യുന്നത്, ചുമ, തുമ്മൽ വഴിയാണ് പകരുന്നത്. അപ്പൊ എപ്പോഴും ഒരു രോഗം പഠിക്കുമ്പോൾ അതിന് രോഗാണു, പാത്തജൻ, അതിന് വെക്ടർ ഉണ്ടെങ്കിൽ വാഹകർ ഏതാണെന്ന് പഠിക്കണം, ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം, സിംറ്റംസ് പഠിക്കണം, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കാം. Analyze the genes related to RNAs involved in the protein synthesis and answer the question. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന ചില RNAകളെ സംബന്ധിച്ച് നൽകിയ സൂചനകൾ വിശകലനം ചെയ്ത് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ക്യാരീസ് മെസ്സേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, ക്യാരി അമിനോ ആസിഡ് ടു റൈബോസോം തന്നിട്ടുണ്ട്, അല്ലെ? പ്രോട്ടീൻ നിർമ്മാണത്തിന് സന്ദേശം വഹിക്കുന്നു, അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ളത് ആരാ? മെസ്സേജ് കൊണ്ടുവരുന്ന RNA ആണ്. ഒന്നാമത്തേത് mRNA ആണ്, രണ്ടാമത്തേത് tRNA ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഫ്രം വേർ RNA ഇൻഡിക്കേറ്റഡ് ആസ് വൺ ഫോം, ഒന്നാമത്തെ mRNA എവിടുന്ന ഫോം ചെയ്യുന്നതെന്നാണ് നമുക്കറിയാം, DNA അല്ലെ, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള DNA നിന്നാണ് രൂപപ്പെടുന്നത്. ഫ്രം DNA ഇൻ ദി ന്യൂക്ലിയോളസ്, അല്ലെ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം. RNA എവിടെ നിന്നുണ്ടാവുന്നു കിട്ടി. വിച്ച് RNA is not mentioned here, name the cell organ in which RNA is found. ഇവിടെ പറയാത്ത ഒരു RNA കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതാണ് rRNA. അത് എവിടെ ഉണ്ടാവുന്നു? റൈബോസോമിലാണ് ആ ഒരു RNA നമ്മൾ കാണുന്നത്. സോ rRNA, mRNA, tRNA, ഇത് 3 ടൈപ്പും പഠിച്ചു വെക്കാം. അനലൈസ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഡിഫക്റ്റ് ഓഫ് ജീൻ തന്നിട്ടുണ്ട്, അല്ലെ? ജീനിന്റെ തകരാറ്. പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ വിച്ച് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. അപ്പം ജീനിന്റെ തകരാറ് മൂലം അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രോട്ടീൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല. എന്തിനുള്ള പ്രോട്ടീൻ? രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല. അപ്പം അവിടെ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ആണ്, രക്തം കട്ടപിടിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നെയിം ദ ഡിസീസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫ്ലോ ചാർട്ട്. ഇവിടെ പറയുന്ന ഡിസീസ് ഏതാണെന്ന് എഴുതണം, ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണെന്ന് എഴുതണം, ഇവിടെ പറയുന്ന സിംറ്റം ഏതാണെന്ന് എഴുതണം, എന്താണ് ഒരു ടെമ്പററി റിലീഫ്, താൽക്കാലിക ശമനം എങ്ങനെ കിട്ടുമെന്ന്. ഇവിടെ നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ് നടക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഡിസീസിനെ നമ്മൾ ഹീമോഫീലിയ എന്ന് പറയും. ഇതൊരു ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ജനിതക രോഗമാണെന്നറിയാം. ഇതിന്റെ മേജർ സിംറ്റം എക്സസീവ് ബ്ലീഡിംഗ് ഫ്രം സ്മോൾ ബോൺ, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതും സെറ്റാണ്.
ഇനി എങ്ങനെ ടെമ്പററി റിലീഫ് കൊടുക്കാം? ഐഡന്റിഫൈ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ആൻഡ് ഇൻജെക്ടിങ് ഇറ്റ്, അല്ലെ? താൽക്കാലികമായിട്ട് ഏതാണോ ആ ഡെഫിഷ്യൻ്റ് ആയ പ്രോട്ടീൻ, അവിടെ ഇല്ലാത്ത പ്രോട്ടീൻ, അത് കണ്ടെത്തി അത് ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ശമനം ചെയ്യാം, താൽക്കാലിക ശമനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ 4 മാർക്കിന് ചോദ്യം വരും, പഠിച്ചു വെച്ചൂടാ. അടുത്തത്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ്. നമ്മുടെ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്നാണ് ചോദ്യം. പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഇവിടെ ബ്ലഡ് ആൻഡ് ഡിഫൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഫീവർ, മേലെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, താഴെ ബ്ലഡ് ക്ലോട്ടിങ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും? ചോദ്യം നോക്കുക. റൈറ്റ് ദ പ്രോസസ് ഇൻ വിച്ച് ഫാഗോസൈറ്റ്സ് ആർ ഇൻവോൾവ്. ഇവിടെ ഫാഗോസൈറ്റുകൾ ഇൻവോൾവ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഫാഗോസൈറ്റുകൾ ഇൻവോൾവ് ആയിട്ട് ഏതിലൊക്കെ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസും അതുപോലെ തന്നെ ഫീവറിലും, അല്ലെ, വിങ്ങൽ പ്രതികരണത്തിലും പനിയിലും ഫാഗോസൈറ്റുകൾ ഉണ്ട്. രണ്ടാമത്തേതിലോ, ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെ? അതെങ്ങനെയാണ്? ഫാഗോസൈറ്റോസിസ് നമ്മൾ പറയുന്നതാണ് പാത്തജൻസ് ആർ ഡീജനറേറ്റ് ഡിസ്ട്രോയ്ഡ് ബൈ എൻസൈം ഇൻ ലൈസോസോം. ലൈസോസോമിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവരെ ഡൈജസ്റ്റീവ് എൻസൈംസ് വെച്ചിട്ട് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അതാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഇനി ഈ ഫാഗോസൈറ്റുകൾ ഉൾപ്പെടാത്ത പ്രതിരോധത്തിന്റെ പ്രവർത്തനത്തിൽ ഘട്ടങ്ങൾ ഏത്? ഇവിടെ തന്നതിൽ രക്തം കട്ടപിടിക്കലിൽ ഫാഗോസൈറ്റുകളുടെ റോളില്ല. അപ്പം അതിനെ നമുക്ക് ഫ്ലോ ചാർട്ടായിട്ട് എഴുതാൻ പഠിക്കണം. അപ്പം അവിടെ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റും അതുപോലെ നശിച്ചു പോയ ടിഷ്യൂസും ഉണ്ട്. അവരെല്ലാം കൂടി ഒരു എൻസൈം ഉണ്ടാക്കും, അതാണ് ത്രോംബോപ്ലാസ്റ്റ്. ഈ ത്രോംബോപ്ലാസ്റ്റിനെ എന്ത് ചെയ്യുന്നു? പ്ലാസ്മയിൽ പ്രോത്രോമിനെ ത്രോംബിനാക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് വിറ്റാമിൻ കെ. കാൽഷ്യവും വിറ്റാമിൻ കെയുടെ സഹായത്തോടെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രനോസിനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. അപ്പോൾ കുറച്ച് ഫൈബ്രിൻ ഫൈബേഴ്സ് കിട്ടി. അതാണ് ആ മുറിഞ്ഞ ഭാഗത്തേക്ക് കാപ്പിലറീസ് ഒക്കെ, മീൻസ് ഒരു നെറ്റ്വർക്ക് പോലെ അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു വല നെയ്തപോലെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെട്ട വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ട രൂപപ്പെടുന്നു. അപ്പോൾ ഇതേ ഫ്ലോ ചാർട്ട് പോലെ തന്നെ പഠിക്കുക. ഇവിടെ യൂസ് ചെയ്യുന്ന കാൽഷ്യം അതുപോലെ തന്നെ വിറ്റാമിൻ കെ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എൻസൈമുകൾ മറന്നു പോകരുത്. ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ, പിന്നെ ത്രോംബിനാണ്, പിന്നെ ഫൈബ്രിനോസിനെ ഫൈബ്രിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകളാക്കി മാറ്റുന്നതെന്നും പഠിച്ചു വെക്കും. ഇതെന്തായാലും ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? തന്നിട്ടുള്ളത് എന്താ? ഒരു തൈമിൻ ന്യൂക്ലിയോറ്റൈഡ് ആണ്, അല്ലേ? ഇവിടെ നൈട്രജൻ ബേസ് തന്നിട്ടുള്ളത് തൈമിൻ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു തൈമിൻ ന്യൂക്ലിയോറ്റൈഡ് ആണ്. ഇനി വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ് ടു? തൈമിൻ ആയതുകൊണ്ട് ഇത് ഇതിലാണ്, DNA-യിലാണ്. യുറാസിലായിരുന്നെങ്കിൽ നമുക്ക് പറയാം അത് RNA ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി some animals and chemical substance secreted them in their surroundings for communication are illustrated below. Analyze it and answer the question. ഈ തന്നിട്ടുള്ള ഫിഗറിൽ 1, 2 എന്നിവ പൂർത്തിയാക്കണം. 1 2 ഇത്തരം രാസവസ്തുക്കൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് എഴുതണം. ഇത്തരം രാസവസ്തുക്കൾ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതണം. അപ്പൊ ഇവിടെ വെരുക്, സിവറ്റ് കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? സിവറ്റോൺ ആണ്. സിൽക്ക് വം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോംബിക്കോൾ ആണ്. ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവരെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫെറമോൺസ് എന്നാണ്, അല്ലെ? ഫിറമോണുകൾ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തേതോ ഇവരുടെ ഏതെങ്കിലും ധർമ്മം എഴുതാൻ. ഒന്ന് അട്രാക്ടിങ് മെയ്റ്റ്സ്, അല്ലെ? ഇണയെ ആകർഷിക്കുന്നു. 2 ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണം ഉണ്ടെങ്കിൽ അത് എല്ലാവരും അറിയിക്കുന്നു. ഡിറ്റർമൈൻ ദ പാത്ത് ഓഫ് ട്രാവൽ, സിഗ്നലിംഗ് ദ ഡേഞ്ചേഴ്സ്, അവരുടെ സഞ്ചാര പാത നിർണ്ണയിക്കാൻ അവരെ സഹായിക്കും. അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് അറിയാനും ഈ ഫെറമോണുകൾ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പം ഫംഗ്ഷൻസ് പഠിക്കണം, കോമൺ നെയിം പഠിക്കണം, ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഫിറമോൺസ് ആണെന്നും പഠിച്ചു വെക്കാം. സിവറ്റോണിൻ സിവറ്റ് കാറ്റ്, ബോംബിക്കോളിൻ സിൽക്കോം, അതുപോലെ തന്നെ മസ്കോണിൻ മസ്ക്, മസ്ക് ഡീർ, കസ്തൂരിമാൻ. ഓരോന്നും എക്സാമ്പിൾ പഠിക്കാം. അടുത്തത് ജെനറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഷോസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഓഫ് സെയിം പ്ലാന്റ് ഇൻ ഗിവൺ ബിലോ. 2 ജോഡി വിപരീത ഗുണങ്ങളുള്ള ചെടികളെ വർഗ്ഗസംകരണം നടത്തിയപ്പോൾ ലഭിച്ച ഫലത്തിന്റെ ചിത്രീകരണം താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ തന്നിട്ടുള്ള ക്രോസ് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. അപ്പൊ ക്രോസ് നല്ലോണം വായിച്ചാലേ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റൂ. ഇവിടെ നോക്കുക, മാതൃസസ്യം ഇതിൽ ഏതാണ്? മാതൃസസ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഉയരം കുറഞ്ഞത് വെളുത്ത പൂക്കളാണെങ്കിൽ അത് സ്മോൾ ടി സ്മോൾ ടി സ്മോളാർ ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? ഉയരം കൂടിയതും വയലറ്റ് അല്ലെങ്കിൽ ചുവന്ന പൂക്കളായിരിക്കും. യെസ്, ചുവന്ന പൂക്കൾ. വെളുത്തതും ചുവന്ന പൂക്കൾ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ടോൾ റെഡ് ഫ്ലവേർഡിനെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി എഴുതി. ഇവിടെ ഗമേറ്റ് കിട്ടി. ഇവിടെ നമ്മുടെ ഗമേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ടി സ്മോൾ ആർ ആയിരിക്കും. രണ്ടും കൂടെ ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവർ ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് ആയിരിക്കും, അല്ലേ? യെസ്. അപ്പൊ എന്ത് വരും?
ടോൾ റെഡ് ഫ്ലവേർഡ് തന്നെയാണ് F1 വരിക. അപ്പോൾ 1 മുതൽ 4 വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി F1 തലമുറയിൽ സ്വരപരാഗണം നടത്തിയപ്പോൾ ലഭിച്ച ഉയരം കൂടിയ വെളുത്ത പൂക്കളും ഉയരം കുറഞ്ഞ ചുവന്ന പൂക്കളും ചെടികളും തമ്മിലുള്ള അലിലുകൾ എഴുതുക. റൈറ്റ് ദ അലിൽ ഓഫ് ടോൾ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആൻഡ് ഡ്വാർഫ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സെൽഫ് പോളിനേഷൻ ഓഫ് F1. അപ്പോൾ ടോൾ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D സ്മോൾ ആർ വരും. അതല്ലെങ്കിൽ ക്യാപിറ്റൽ T സ്മോൾ ആർ. ആൻഡ് ഡ്വാർഫ് റെഡ് ഫ്ലവേർഡോ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി ക്യാപിറ്റൽ ആർ അല്ലെ? ഈ 2 കണ്ടീഷനാണ് വരിക. ടോൾ വൈറ്റ് വരുമ്പോൾ ഈ 2 കണ്ടീഷൻ വരും, ഡ്വാർഫ് റെഡ് വരുമ്പോൾ ഈ 2 കണ്ടീഷൻ വരും. അപ്പോൾ ക്യാരക്ടേഴ്സ് തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം കേട്ടോ. അലിലുകൾ ചോദിച്ചാൽ ആ ഒരു ക്യാരക്ടേഴ്സ്, ഇപ്പൊ ടോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടിയും വരാം, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും വരാം. വൈറ്റ് എപ്പോഴും സ്മോൾ ആർ ആയിരിക്കും. ഡ്വാർഫ് റെഡ് വരുവാണെങ്കിലോ ഡ്വാർഫ് എപ്പോഴും സ്മോൾ ടി ആയിരിക്കും. റെഡ് ക്യാപിറ്റൽ ആറും വരാം, ക്യാപിറ്റൽ ആർ സ്മോൾ ആറും വരാം. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജെനറ്റിക്സിൽ അതാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുള്ളൂ. ഇതുപോലെ ക്യാരക്ടേഴ്സ് എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ പഠിച്ചു വെക്കുക കേട്ടോ. യെസ്, അപ്പം ഓരോന്നിൻ്റെയും ആൻസർ മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കണേ. കംപ്ലീറ്റ് ദ കോളം ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ ആണ് പറഞ്ഞിട്ടുള്ളത്. മാത്സ് ഫോളോയിങ് ആണ്, ഈസി ആയിട്ട് എഴുതാലോ. പ്ലാനേറിയ തന്നിട്ടുണ്ട്, ജേക്കബ്സൺസ് ഓർഗൻ തന്നിട്ടുണ്ട്. ഓക്കെ, പ്ലാനേറിയ നമുക്കറിയാം ഐ സ്പോട്ട് എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. ഐ സ്പോട്ട് പ്രകാശം തിരിച്ചറിയാം. ഓക്കെ, ദെൻ ഹൗസ് ഫ്ലൈ ഒമറ്റിഡി ആണ്, കണ്ണാണ്. യെസ്, ഒമറ്റിഡിയ കണ്ണ്. ഇവിടെ ഐ എന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ ഐ കൊടുക്കാൻ മറന്നുപോയതാണ്. ലൈറ്റിന് പകരം ഐ. ബോഡി ബാലൻസ് അല്ല കേട്ടോ ഇവിടെ. ഓക്കെ, അത് ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആണോ? ഇത് നിങ്ങൾ മാത്സ് ഫോളോയും പഠിച്ചാൽ മതി. ലൈറ്റ് ഐ ബാലൻസിങ് ആണ്. ഓൾ ഫാക്ടർ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സിന് പകരം ഇവിടെ ഐ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഐ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒമറ്റിഡിയ ഐയിൽ വരും. ആൻഡ് അടുത്തത് നോക്കുക, ഷാർക്ക് എന്ന് പറയുമ്പോൾ ഷാർക്കിലാണ് ലാറ്ററൽ ലൈൻ വരുന്നത്. സ്രാവില് പാർശ്വവര തുലന നിലയ്ക്ക് സഹായിക്കുന്നു. സ്നേക്കിൽ ജേക്കബ്സൺസ് ഓർഗൻ ആണ്, അത് അവരുടെ ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്, ഗന്ധ കണികകളാണ്. ഓക്കെ, അപ്പോൾ മാത്സ് ഫോളോയിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാ. അപ്പോൾ ഇത് നോക്കിയാൽ മതി. പ്ലാനറി ഐ സ്പോട്ട് ലൈറ്റ് ആണ്, ഹൗസ് ഫ്ലൈ ഒമറ്റിഡി ഐ ആണ്, ഈച്ച ഷാർക്കിലെ ലാറ്ററൽ ലൈനാണ് അവരുടെ ബോഡി ബാലൻസിന് സഹായിക്കുന്നത്. സ്നേക്ക് ജേക്കബ്സൺസ് ഓർഗൻ ഗന്ധ കണികകളാണ്. അപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ട് ഇതുപോലെ സെൻസ് ഓർഗൻ ചോദിക്കും. അതല്ലെങ്കിൽ വേർഡ് പെയർ ആയിട്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട്, ഓഡ് വൺ ഔട്ട് ആയിട്ട് ഒക്കെ ചോദ്യം വരുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് എ റൈറ്റ് വേർഡ് പെയർ. ഡോപ്പമിൻ തന്നിട്ടുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ബ്രെയിന് 32 പെയർ നെർവ്സ്, തലാമസ് വോളണ്ടറി നെർവ്സ് തന്നിട്ടുണ്ട്. എപ്പിലെപ്സി ടു ലോസ് മെമ്മറി എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റൈറ്റ് വേർഡ് പെയർ കറക്റ്റ് ഏതാണ്? ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് നമുക്കറിയാം. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്തത് റൈറ്റ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ആണ്. ഇതിൽ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, ട്രക്കിയ കോൺട്രാക്ട്, പ്യൂപ്പിൾ ഐ കോൺട്രാക്ട്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നതാണ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി. ഒബ്സർവ് ദ ടേബിൾ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് റൈറ്റ് ദ ആൻസർ ആണ്. വേർ ദ ആൻറ്റിജൻസ് ആർ ഫൗണ്ട്. എവിടെയാണ് ആൻറ്റിജൻ കാണുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പലർക്കും ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് അറിയത്തില്ലാത്തതുണ്ട്. അപ്പോൾ പഠിച്ചു, ആൻറ്റിജനുകൾ എവിടെയാണ് കാണുന്നത്? നമ്മുടെ RBCയിലാണ് ആൻറ്റിജനുകളെ നമ്മൾ കാണുക. അരുണ രക്താണുത്തിൻ്റെ ഉപരിതലത്തിലുള്ള പ്രോട്ടീനാണെന്താ ആൻറ്റിജനിൽ നമുക്ക് കാണാൻ പറ്റുക. AB രക്തഗ്രൂപ്പിലെ ആൻറ്റിജൻ ഏതൊക്കെ? എയും ബിയുമാണ് AB രക്തഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ എന്ന് പറയുന്നത്. അതറിയാലോ, എയും ബിയുമാണ്. ഇനി ആൻറ്റിബോഡികൾ എവിടെ കാണുന്നു? വേർ ഇസ് ആൻറ്റിബോഡി ഫൗണ്ട്? ആൻറ്റിബോഡി കാണുന്നത് ബ്ലഡിൻ്റെ പ്ലാസ്മയിലാണ് നമ്മൾ ആൻറ്റിബോഡികൾ കാണുക. വാട്ട് ആർ ദ ആൻറ്റിബോഡി ഇൻ ബ്ലഡ് ഗ്രൂപ്പ് O? ഓയിൽ ആൻറ്റിബോഡി ഏതൊക്കെയാണ്? എയും ബിയും വരും, കാരണം ആൻറ്റിജൻ അവർക്കില്ല. അപ്പോൾ എയും ബിയുമാണ് O ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് RH ഫാക്ടർ? RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജൻ D ഉണ്ടെങ്കിൽ അതാണ് RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. അരുണ രക്താണുക്കളുടെ ഉപരിതലത്തിൽ മറ്റൊരു ആൻറ്റിജൻ കാണാം, D. അതാണ് RH ഫാക്ടർ. അതുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറയും, ഇല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും പറയും. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് ആൻറ്റിജൻസ് A-B-D? എയും ബിയും ഡിയും ഉണ്ടെങ്കിൽ അത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലേ. യെസ്, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ആൻറ്റിജൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാൻ വേണ്ടി. ഇനി ആൻറ്റിബോഡീസ് ആണ് തരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. Rewrite the following sentence by correcting the false sentence. Sickle cell anemia is caused by uncontrolled division of cell.
അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇത്തരം കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ആണോ? അല്ല, ഇവിടെ പറയുന്ന ഏതാണ്? ക്യാൻസർ ആണ്. ക്യാൻസർ ആണ് എന്ത് ചെയ്യുന്നത്? അൺകൺട്രോൾഡ് ഡിവിഷൻ വഴി ഉണ്ടാകുന്ന രോഗം. ഇതൊരു ജനറ്റിക് ഡിസീസ് ആയിട്ടും പറയാറുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടും പറയാറുണ്ട്. Picture of ear is given below. Draw the picture and mark the parts by analyzing the indicators. ഇയർ ഡ്രമ്മിൽ നിന്ന് വൈബ്രേഷൻ സ്വീകരിക്കുന്ന ഭാഗം, കർണപടത്തിലെ കമ്പനങ്ങൾ സ്വീകരിക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് ഇത്. കമ്പനത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് നമ്മുടെ മാലിയസ് ആണ്. ഇനി രണ്ടാമത്തേത് ഗ്രസനിയുമായി ബന്ധപ്പെട്ടത് അല്ലെ, മിഡിൽ ഇയറിൽ നിന്ന് ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. പിന്നെ ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം, ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണുന്നത് എവിടെയാണ്? നമ്മുടെ കോക്ലിയയിലാണ്. ദിസ് ഇസ് കോക്ലിയ, സ്നെയിലിന്റെ ഷേപ്പിൽ കാണുന്നത്. ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് ത്രൂ വിച്ച് പാർട്ട് സൗണ്ട് റീച്ച് ടു ഇയർ ഡ്രം ആണ്. അതാണ് നമ്മുടെ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം എന്ന് പറയുന്നത്. അപ്പൊ ഡയഗ്രാം റീഡ്രോ ചെയ്യാൻ ചോദിക്കും, അത് നോക്കി ഒന്ന് സ്കെച്ച് എടുക്കുക, എന്നിട്ട് ഭാഗങ്ങൾ ലേബൽ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂ. നീറ്റായിട്ടൊരു ഡയഗ്രാം വേണം, കറക്റ്റായിട്ട് ലേബലും ചെയ്യണം. അടുത്തത് ഡ്രോ ദ പിക്ചർ ഓഫ് ലേബൽ സ്ക്ലീറ, യെല്ലോ സ്പോട്ട്, ഒപ്റ്റിക് നെർവ്, റെട്ടിന അല്ലെ. അപ്പൊ ഇതുപോലൊരു ഫിഗർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ സ്ക്ലീറ എന്ന് പറയുന്നത് ഏതാണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് നമ്മുടെ സ്ക്ലീറ. യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം വിഷൻ കാണുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. ഒപ്റ്റിക് നെർവ് ഇവിടെയാണ് നമ്മൾ കാണുക, ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്ര നാഡി. റെട്ടിന ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആണ് റെട്ടിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഇനി സ്ക്ലീറന്റെ യെല്ലോ സ്പോട്ടിന്റെ ഫംഗ്ഷൻ ആണ്. സ്ക്ലീറ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഇനി യെല്ലോ സ്പോട്ട് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ആണ്, വ്യക്തമായിട്ട് നമുക്കൊരു പ്രതിബിംബം കിട്ടുക, ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് യെല്ലോ സ്പോട്ടിൽ പതിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഭാഗങ്ങൾ ഇതുപോലെ വൃത്തിയിൽ റീഡ്രൂ ചെയ്ത് അടയാളപ്പെടുത്താനായി കേട്ടോ. ഇനി ബ്രെയിനും ഇതേപോലെ തന്നെ ചോദ്യം വരാം. ഡ്രോ ദ പിക്ചർ, നെയിം ദ പാർട്സ് അക്കോർഡിംഗ് ടു ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇവോക്ക് സെൻസേഷൻസ്, അതേതാണ്? നമ്മുടെ സെറിബ്രമാണ്. ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്നതോ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഹൈപ്പോതലാമസ്, സെറിബെല്ലം എന്നിവയുടെ ഫംഗ്ഷൻ. ഹൈപ്പോതലാമസ് നമുക്കറിയാം മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ആണ്, ആന്തര സമസ്ഥിതി പാലനമാണ് ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ. സെറിബെല്ലമോ മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം, ശരീര തുലനത പാലിക്കുകയാണ്. അപ്പൊ ബ്രെയിനിലെ ഓരോ ഭാഗങ്ങളുടെയും ഫംഗ്ഷൻസ് നോട്ട് ചെയ്ത് തന്നെ പോകണം. ഇതുപോലെ ഡയഗ്രാം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 മാർക്കിനാണെങ്കിലും ഡയഗ്രാം വെച്ചിട്ട് ചോദിച്ചു വരാവുന്നതാണ് കേട്ടോ. Correct mistakes, if any, in the underlined part of given statement. Filariasis is transmitted by female Anopheles mosquito. തെറ്റല്ലേ? ക്യൂലക്സ് മൊസ്കിറ്റോ ആണ് മന്ത് പരത്തുന്നത് അല്ലെ, ഇത് തെറ്റാണ്. ഇത് ക്യൂലക്സ് മൊസ്കിറ്റോ ആണ്, ക്യൂലക്സ് കൊതുകുകൾ. പാത്തജൻ ഓഫ് മലേറിയ പ്ലാസ്മോഡിയം, അത് ശരിയാണ്. അത്ലറ്റ്സ് ഫുട്ട് ഈസ് എ വൈറൽ ഡിസീസ് ആണോ? അല്ല, അത്ലറ്റ്സ് ഫുട്ട് ഒരു ഫംഗൽ ഡിസീസ് ആണ്, ഫംഗസ് രോഗമാണ്. റാറ്റ് ഫീവർ ഈസ് ബാക്ടീരിയൽ ഡിസീസ്. റാറ്റ് ഫീവർ, എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്, അത് ശരിയാണ്. ഓക്കെ, റൈറ്റ് ദ യൂസ് ഓഫ് അപ്പാരറ്റസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തെ സൂചിപ്പിച്ച ഇത് ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. ടു മെഷർ ബ്ലഡ് പ്രഷർ ആണ്, രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ജനറ്റിക് മേക്കപ്പ് ഓഫ് എ പ്ലാന്റ് പ്രൊഡ്യൂസ് ബൈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ മെന്റൽ അല്ലെ, മെന്റലിന്റെ ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി പ്രസന്റ് ഇൻ ദ ഗമേറ്റ് ഫോം ഫ്രം ദിസ് പ്ലാന്റ്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഗമേറ്റുകൾ എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പൊ ഗമേറ്റുകൾ എങ്ങനെ ഉണ്ടാകും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉണ്ടാകാം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഉണ്ടാകാം അല്ലെ. ഇതിൽ നിന്ന് ഗമേറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു രീതിയിലാണ്. 1 മാർക്കിന്റെ ചോദ്യം കേട്ടോ, ഇതുപോലെ 1 മാർക്കിനും ചോദ്യങ്ങൾ വരാം. ഇനി അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പറൈൻ വിച്ച് കവർ ആൻഡ് പ്രൊട്ടക്ട് ബോഡി ഡിസ്ട്രോയ് ജാംസ് ഓൾസോ. ഹൗ ഡസ് ഈച്ച് ഓഫ് ദിസ് ഡിസ്ട്രോയ് ജാം? പ്രസ്താവന വിശകലനം ചെയ്യാനാണ്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ത്വക്കും ശ്ലേഷ്മസ്തരവും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇവ ഓരോന്നും രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം സ്കിന്നും മ്യൂക്കസ് മെമ്പറൈനും നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, സ്വേദഗ്രന്ഥികൾ. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പിൽ എന്തുണ്ട്? ഡിസിൻഫെക്റ്റന്റ് അണുനാശിനികളുണ്ട്, അവർ രോഗാണുക്കളെ നശിപ്പിക്കും. അതുപോലെ തന്നെ മ്യൂക്കസ് മെമ്പറൈൻ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതും ഒരു ഡിസിൻഫെക്റ്റന്റ്, ഒരു അണുനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പം സ്വെറ്റ് ഗ്ലാൻഡിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിൽ നിന്ന് മ്യൂക്കസ് മെമ്പറൈനിൽ നിന്ന് ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പോയിന്റ് ഓർത്ത് വെക്കണം. ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരും കേട്ടോ. അടുത്ത് നോക്കുക, കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ. മുഖം, താടിയിലെ വിരലുകൾ എന്നിവിടെയുള്ള അസ്ഥികൾ വളരുന്നു, അതാണ് നമ്മുടെ അക്രോമെഗാലി എന്ന് നമ്മൾ പറയുന്നത്. സൊമാറ്റോട്രോപിൻ ഗ്രോത്ത് ഫേസിന് ശേഷമാണ് ഉണ്ടാവുന്നത് എങ്കിൽ അതാണ് അക്രോമെഗലി. അതിന്റെ സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്കറിയാം അമിതമായ ശരീര വളർച്ച ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ ജയൻജാൻഡിസം എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപിൻ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്, വളർച്ചയുടെ സമയത്ത് സൊമാറ്റോട്രോപിൻ കൂടുകയാണെങ്കിൽ അതാണ് എന്ത്? ഭീമാകാരത്വം, അമിതമായ ശരീര വളർച്ച. പിന്നെ നമ്മൾ കാണുന്ന വളർച്ച മുരടിക്കുന്നത്, അതാണ് എന്ത്?
അടുത്തത് വാമനത്വം അല്ലെങ്കിൽ ഡ്വാഫിസം എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഗ്രോത്ത് ഫേസിൽ ഈ സൊമാറ്റോട്രോപിൻ കുറയുന്നതാണ് എന്തിനുള്ള കാരണം? വാമനത്വത്തിന് റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുന്നത് കാണാം. ഇത് മൂന്നും സ്ഥിരമായിട്ട് വരുന്നതാണ്. 4 മാർക്കിന് വരെ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. സിംറ്റംസും റീസണും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ 30+ മാർക്സ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും. അപ്പൊ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മിസ്സിന്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വേഗം തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്നത്തെ ലൈവിലേക്ക് എന്തായാലും വരണം. അടിപൊളിയായിട്ട് നമ്മൾ ബയോളജി ഫുൾ മാർക്ക് തന്നെ സെറ്റ് ആക്കും. കൂടാതെ സോഷ്യലും ഉണ്ട്. അപ്പൊ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പൊ സീ യു സൂൺ ഇൻ ദ ലൈവ്. ബൈ.